Good morning, students. We will discuss our next ratio, fixed asset ratio. This is the another classification of leverage ratio. The last class we discussed the leverage ratio, that is proprietary ratio. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലിവറേജ് റേഷ്യോസിൽ നമ്മൾ ഏതൊക്കെ റേഷ്യോസ് പറഞ്ഞു? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, അതിൽ രണ്ടെണ്ണം ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി ആൻഡ് ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോസ് പറഞ്ഞു. പിന്നെ പ്രൊപ്രൈറ്ററി റേഷ്യോ പറഞ്ഞു. ഇനി വരാൻ പോകുന്ന ലിവറേജ് റേഷ്യോയിലാണ് ഏത്? ഫിക്സഡ് അസറ്റ് റേഷ്യോ. ഫിക്സഡ് അസറ്റ് റേഷ്യോ. This ratio establishes the relationship between two components, that is fixed asset and long-term fund. ഫിക്സഡ് അസറ്റും ലോങ് ടേം ഫണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന റേഷ്യോ ആണ് ഫിക്സഡ് അസറ്റ് റേഷ്യോ. അപ്പോൾ ഫിക്സഡ് അസറ്റ് റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ്, അതായത് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആണ്. ക്വസ്റ്റ്യൻ്റെ ഡിപ്രീസിയേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്തിട്ടുള്ളതായിട്ടാണ് വരുന്നത്. ഫിക്സഡ് അസറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട്സ് ഇൻറ്റു 100. ഞാനിത് കഴിഞ്ഞ ദിവസം പ്രൊപ്രൈറ്ററി റേഷ്യോ പറഞ്ഞതുപോലെ ഇതും പെർസെൻറ്റേജിലേക്ക് മാറ്റാം. പ്രൊപ്പോർഷനായിട്ടും ചെയ്യാം, പെർസെൻറ്റേജ് ആയിട്ടും ചെയ്യാം. അപ്പോൾ ഫിക്സഡ് അസറ്റ് റേഷ്യോയുടെ ഇക്വേഷനാണ് ഫിക്സഡ് അസറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട് ഇൻറ്റു 100. ലോങ് ടേം ഫണ്ട് ഇൻക്ലൂഡ് ഷെയർഹോൾഡേഴ്സ് ഫണ്ട് ആൻഡ് ലോങ് ടേം ബോറോഡ് ഫണ്ട്സ്, ദറ്റ് ഇസ് ഇറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ലോങ് ടേം ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൺഡ് ക്യാപിറ്റലും ബോറോഡ് ക്യാപിറ്റലും ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഇക്വിറ്റി, പ്രിഫറൻസ്, സർപ്ലസ് ഒക്കെ വരില്ലേ. അതിൻ്റെ കൂടെ ബോറോഡ് ഫണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള ബോറോഡ് ഫണ്ടും കൂടെ കൂട്ടുന്നതാണ് ലോങ് ടേം ഫണ്ട് എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റ് നിങ്ങൾക്ക് അറിയാമല്ലേ, ക്യാൻ ബി കമ്പ്യൂട്ടഡ് ഇൻ ഇറ്റ് ക്യാൻ ബി. അപ്പോൾ ഈ പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും അതുപോലെ തന്നെ ലോങ് ടേം ബോറോയിങ്സും കൂടുന്നതാണ് നമ്മളെ ലോങ് ടേം ഫണ്ട് എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു പേരാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാൻ ബി കമ്പ്യൂട്ടഡ് ഇൻ 2 ways. ഇത് രണ്ട് രീതിയിൽ കണ്ടെത്താം. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണോ തന്നിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇക്വേഷൻ എഴുതണം. കണ്ടുപിടിക്കാൻ പറ്റുന്ന രണ്ട് മാർഗ്ഗങ്ങൾ: ഒന്ന് ഫിക്സഡ് അസറ്റ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. ഫിക്സഡ് അസറ്റ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് കറണ്ട് അസറ്റ് എല്ലാം കൂടെ കൂട്ടുക മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ, അതായത് ഇക്വിറ്റി ആയിട്ട് പ്രിഫറൻസ് ക്യാപിറ്റൽ, റിസർവ് ആൻഡ് സർപ്ലസ് പ്ലസ് ലോങ് ടേം ലയബിലിറ്റീസ്. അതായത് ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നതിൽ ലോങ് ടേം ഫണ്ട് എന്നുള്ള ഐറ്റം കണ്ടുപിടിക്കാനുള്ള രണ്ട് ഇക്വേഷൻസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് പിന്നെ ഉപയോഗം വരുന്ന സാധനമാണ്. അത് റേഷ്യോസ് വന്നിട്ട് ബാലൻസ് ഷീറ്റ് കാണാനൊക്കെയുള്ള കണക്കിൽ ആവശ്യം വരുന്നതാണ്. അപ്പോൾ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഫിക്സഡ് അസറ്റ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ് ഒരു ഇക്വേഷൻ. അതുപോലെ മറ്റൊരു ഇക്വേഷൻ നേരത്തെ പറഞ്ഞതാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് പ്ലസ് ലോങ് ടേം ലയബിലിറ്റി. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ അത് ഷെയർ ക്യാപിറ്റൽ, അത് ഇക്വിറ്റിയും പ്രിഫറൻസും വരും, റിസർവ്സ് ആൻഡ് സർപ്ലസ് പ്ലസ് ലോങ് ടേം ലയബിലിറ്റീസ്. ഈ രണ്ട് രീതിയിലും നമുക്ക് ലോങ് ടേം ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ദിസ് റേഷ്യോ ഈസ് യൂസ്ഡ് ടു നോ ഹൗ ഫിക്സഡ് അസറ്റ് ആർ ഫിനാൻസ്ഡ്. If the ratio is 1:1 or 100%, it means the entire fixed asset have been purchased out of long-term fund. If the ratio is more than 1.1 or 100%, fixed asset are more than long-term funds. Fixed asset has been financed out of short-term funds also. This would affect the working capital position and also it will create problems in long run. അപ്പോൾ 1:1 ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ 100% ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോങ് ടേം ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഫുൾ ഫിക്സഡ് അസറ്റ് വാങ്ങിയിരിക്കുന്നതെന്നാണ്. ദെൻ 100-ന് മുകളിൽ പോയി കഴിഞ്ഞാലോ, ലോങ് ടേം ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഷോർട്ട് ടേം ഫണ്ടും കൂടി നമ്മൾ ഫിക്സഡ് അസറ്റ് വാങ്ങാൻ യൂസ് ചെയ്തു എന്നാണ് വരിക. ഷോർട്ട് ടേം ഫണ്ട് ഒരിക്കലും നമ്മൾ ഫിക്സഡ് അസറ്റ് വാങ്ങാൻ ഉപയോഗിക്കരുത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷനെ ബാധിക്കുന്ന പറയുന്നത്. അത് 100% എബോവ് വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ അത് ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് ബാഡ് പൊസിഷനാണ് കാണിക്കുന്നതെന്നാണ് മീനിങ്. ഇൻ്റർപ്രിട്ടേഷൻ: എ ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ് ദാറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ ഈസ് നോട്ട് സൗണ്ട്. ഒരുപാട് വലിയ റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് ഫിനാൻഷ്യൽ പൊസിഷൻ സൗണ്ട് അല്ല എന്നാണ് കാണിക്കുന്നത്. എ ലോവർ റേഷ്യോ ഇൻഡിക്കേറ്റ് ദാറ്റ് ദി കമ്പനി ഹാവ് എ ബെറ്റർ ഫിനാൻഷ്യൽ പൊസിഷൻ. ബെറ്റർ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് കാണിക്കുന്നത് ലോവർ റേഷ്യോ ആണ്. ഇതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസും ഇൻ്റർപ്രിട്ടേഷനും. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു പ്രോബ്ലം നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഫിക്സഡ് അസറ്റ് റേഷ്യോ. 20,000 equity shares of ₹10 each 2 lakh, 10,000 9% preference shares ₹10 each 1 lakh, long term loan 1 lakh, 6% debentures 1,25,000, reserves and surplus 75,000, current liabilities 3 lakh, fixed asset net ആണ്, അതായത്
ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആണ് നെറ്റ് കാണിക്കുന്നത് 7,50,000. കറണ്ട് അസറ്റ് 1,50,000. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? ഫിക്സഡ് അസറ്റ് റേഷ്യോ കണ്ടുപിടിക്കണം. ഫിക്സഡ് അസറ്റ് റേഷ്യോ കാണുമ്പോൾ ഇവിടെ ഫിക്സഡ് അസറ്റ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്, 7,50,000 തന്നിട്ടുണ്ട്. തന്നെ നമുക്ക് വേണ്ടത് എന്താണ്? ലോങ് ടേം ഫണ്ടാണ് അല്ലേ? ലോങ് ടേം ഫണ്ട് വരുമ്പോൾ അതിൽ ഇക്വിറ്റി ക്യാപിറ്റൽ വരും, പ്രിഫറൻസ് ക്യാപിറ്റൽ വരും, റിസർവ്സ് ആൻഡ് സർപ്ലസ് വരും, ദെൻ ലോങ് ടേം ബൊറോയിങ്സ്. അതിൽ ഏതൊക്കെയാണുള്ളത്? ലോണും ഡിബഞ്ചറും ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ കൂടെ കൂട്ടുന്നതാവും നമ്മുടെ ലോങ് ടേം ഫണ്ട് വരാം. നോക്കാം അതിൻ്റെ സൊല്യൂഷൻ. ഫിക്സഡ് അസറ്റ് തന്നിട്ടുണ്ട് 7,50,000 ആണ്. ദെൻ ലോങ് ടേം ഫണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ, ദെൻ ലോങ് ടേം ലോണ്, 6% ഡിബഞ്ചർ, റിസർവ് ആൻഡ് സർപ്ലസ്. ഇത്രയും കാര്യങ്ങൾ ചേരുന്നതാണ് എൻ്റെ ലോങ് ടേം ഫണ്ട്. അതായത് 6 lakh rupees വരും. ഫിക്സഡ് അസറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ്, അതായത് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ നെറ്റ് എമൗണ്ട് ആണ്, ഡിവൈഡ് ബൈ ലോങ് ടേം ഫണ്ട് ഇൻറ്റു 100 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 7,50,000 ഡിവൈഡ് ബൈ 6 lakh ഇൻറ്റു 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 125%, അല്ലെങ്കിൽ 1.25:1 വരിക. അപ്പോൾ 1 ഹയർ റേഷ്യോ ആണ് കാണിക്കുന്നത് അല്ലേ? 125% കാണിക്കുന്നത്. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ എന്ത് എഴുതാം? The ratio is more than the standard. This indicates that a part of fixed asset has been financed out of short-term fund. The company working capital position become very critical. അതായത് 125 എന്ന് പറഞ്ഞാൽ 100% ലോങ് ടേം ഫണ്ട് ഉപയോഗിച്ചു ഫിക്സഡ് അസറ്റ് വാങ്ങാൻ. അതിൻ്റെ കൂടെ 25% എന്തും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്? ഷോർട്ട് ടേം ഫണ്ടും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ അല്ലെങ്കിൽ ഷോർട്ട് ടേം ലിക്വിഡിറ്റി പൊസിഷൻ ക്രിട്ടിക്കൽ ആണെന്നാണ് ഈ ഒരു റേഷ്യോ കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഇതാണ് ഫിക്സഡ് അസറ്റ് റേഷ്യോ. ദെൻ നെക്സ്റ്റ് റേഷ്യോ ആണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ഒരുപാട് തീരാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു റേഷ്യോ കൂടി ഇന്ന് തന്നെ എടുക്കുകയാണ്. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ദ ഗിയറിംഗ് റേഷ്യോ ഈസ് measure of financial risk and express the amount of company's debt in terms of its equity. The term capital gearing means the proportion between fixed income bearing funds and equity. Fixed income bearing fund includes debentures, other long-term loans, and preference share capital. Equity shareholders fund includes equity capital and all reserves and surplus that belong to equity shareholders. For capital gearing ratio, it is expressed the amount of company's debt in terms of its equity. Debt to equity തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന റേഷ്യോ ആണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. Gearing means the proportion between fixed income bearing fund and equity. ഫിക്സഡ് ഇൻകം കിട്ടുന്ന ഫണ്ടും അതുപോലെ തന്നെ ഇക്വിറ്റി ഫണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ടുകളും ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ക്യാപിറ്റൽ ഗിയറിങ്ങിൽ കാണുന്നത്. അപ്പോൾ ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട് എന്ന് മീൻസ് അതിൽ ഏതൊക്കെയാണ് ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട് നമുക്കറിയാം. ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ, ലോങ് ടേം ലോൺ ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അതായത് ഡിബഞ്ചറിന് ഫിക്സഡ് ഇൻട്രസ്റ്റ് ആണ് ഉണ്ടാവുക, ലോങ് ടേം ലോണിനും ഫിക്സഡ് ഇൻട്രസ്റ്റ് ആണ് ഉണ്ടാവുക, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനും ഫിക്സഡ് ഇൻട്രസ്റ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് റിട്ടേൺ വരുന്ന ഫണ്ടുകളെയാണ് ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട് എന്ന് പറയുക. പക്ഷേ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലോ അത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ കിട്ടും, കുറവാണെങ്കിൽ കുറഞ്ഞിരിക്കും അല്ലേ, ഇനി ഇല്ലെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ ഫിക്സഡ് ഇല്ലാത്ത ആ ഇക്വിറ്റി ഫണ്ട്, ആ ഫിക്സഡ് ഇൻകം ബിയർ ചെയ്യുന്ന ഫണ്ടുകളും ഓൺഡ് ഫണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ക്യാപിറ്റൽ ഗിയറിങ്ങിൽ കാണുന്നത്. അപ്പോൾ അവിടെ ഇക്വിറ്റി ക്യാപിറ്റലിൽ അവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് മാത്രമേ വരുള്ളൂ. അവിടെ നമ്മൾ നേരത്തെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ പ്രിഫറൻസ് ക്യാപിറ്റൽ യൂസ് ചെയ്തിരുന്നു. ഇവിടെ ഇക്വിറ്റി ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസും മാത്രമാണ് വരിക. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന റേഷ്യോ ആണ് ഇത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ടിൽ വരിക പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഡിബഞ്ചേഴ്സ് പ്ലസ് ലോങ് ടേം ലോൺ ആണ്. ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. ക്യാപിറ്റൽ ഗിയറിംഗ് റിവീൽസ് ദ കമ്പനീസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറാണ് ക്യാപിറ്റൽ ഗിയറിംഗിൽ കാണിക്കുക. ദിസ് റേഷ്യോ ഈസ് ഇമ്പോർട്ടൻറ്റ് നോട്ട് ഓൺലി ടു ദി കമ്പനി ബട്ട് ഓൾസോ ടു ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സാണ് ക്യാപിറ്റൽ ഗിയറിംഗ് മെഷർ ചെയ്യുക. അവർ എന്താണ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. The capital gearing ratio affect the dividend policy, building up of reserves, etc. The ratio affects the use of fixed interest or dividend bearing fund on the profit available to equity shareholders. So, equity shareholdersne കിട്ടുന്ന പ്രോഫിറ്റിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ.
interpretation നോക്കാം. A company would highly geared if the proportion of the preference capital and debenture is high, greater than 1. That is equity capital is less. Equity capital കുറവും long term fund കൂടുതലും ആകുമ്പോൾ അത് highly geared എന്ന് പറയാം. ഇനി കമ്പനി low geared എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതലും equity capital ആവുന്ന സമയത്താണ്. A company is said to low geared if the proportion of preferential capital and debenture is low, rather lower than 1. That is equity capital is high, which is risky to the equity shareholders. Equity capital കൂടുതൽ എന്ന് പറഞ്ഞാൽ equity shareholders അത് റിസ്ക് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വരിക. അപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോബ്ലം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. 50,000 equity shares of ₹10 each 5 lakh. 25,000 9% preference shares of ₹10 each 2,50,000. 6% debentures 2,50,000. Reserves and surplus 3 lakh. ഇതിൽ നിന്ന് നമ്മൾ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കാണണം. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കാണുമ്പോൾ വേണ്ടതാണ് ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്. അതിലെന്തൊക്കെയാണ് വരിക? പ്രിഫറൻസ് ക്യാപിറ്റൽ ഉണ്ട്, ഡിബഞ്ചർ ഉണ്ട്. അത് രണ്ടുമാണ് ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ടിൽ വരിക. ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ അത് ഇക്വിറ്റി ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസും ആ ഐറ്റംസ് മാത്രമേ ക്വസ്റ്റിന് തന്നിട്ടുള്ളൂ. അപ്പോൾ അത് ഈ രണ്ടൈറ്റം നടുവിലെ രണ്ടൈറ്റം ബോറോഡ് ഫണ്ടിന് വരും, ലോങ് ടേം ഫണ്ടിലും വരും, മറ്റേത് ഇക്വിറ്റി ഫണ്ടിലും വരും. ദെൻ അതിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട് 2,50,000 2,50,000 ദാറ്റ് ഈസ് ഇക്വൽ ടു 5 lakh ആണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 5 lakhും 3 lakhും ദാറ്റ് ഈസ് 8 lakh. അപ്പോൾ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 lakh ആണ്, റിസർവ് 3 lakhും, അത് രണ്ടും കൂടെ കൂട്ടി 8 lakh ആണ്. ദെൻ ലോങ് ടേം ഫണ്ടിൽ വരുന്നത് 2,50,000 ആണ്, രണ്ടും കൂടെ കൂട്ടിയാൽ 5 lakh വരും. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 8 lakhും ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട് 5 lakh. അപ്പോൾ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട് ഡിവൈഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ദറ്റ് ഈസ് ഈക്വൽ ടു 5 lakh ഡിവൈഡ് ബൈ 8 lakh ദറ്റ് ഈസ് ഈക്വൽ ടു 0.63. Therefore capital gearing ratio is 0.63:1 ആണ്. 0.63:1 ആണ്. This ratio indicates that the firm is low geared as the ratio is less than 1. It may be leads to risky to equity shareholders. അതായത് below 1 എന്ന് പറഞ്ഞാൽ അത് എന്താണ്? മിനിമം 1 എങ്കിലും വേണമെന്നാണ് അല്ലേ? അപ്പോൾ ബിലോ 1 ആണ്. അപ്പോൾ എന്താണ്? ലോ ഗിയേർഡ് ആണ് കമ്പനി. ഇത് ആർക്ക് റിസ്ക് കൂടുതലാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് റിസ്ക് കൂടുതലാണ്. അപ്പോൾ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം? ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ മറ്റേ ലോങ് ടേം ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ലോ ഗിയേർഡ് ആണ് കമ്പനി, അതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അത് റിസ്ക് ആയിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റേഷ്യോസാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്, ഫിക്സഡ് അസറ്റ് റേഷ്യോയും ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോസും. ഇനി ഒരുപാട് റേഷ്യോസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ക്ലാസ്സുകൾ കേൾക്കുക, എന്നിട്ട് ലൈവിൽ വരിക, സംശയങ്ങളൊക്കെ നമുക്ക് അവിടെ തീർക്കാം. ഓക്കെ, താങ്ക് യു.